AK എന്ന് പറയാ ഷണ്ണൻ മുഖ്യമന്ത്രിയായ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് ഇതൊന്നും വേണ്ട പേടിക്കാൻ വേണ്ട ഞാൻ അനുഭവിക്കണം അങ്ങനെയെങ്കിലും ഒന്ന് പറയാം. പിന്നെ ജാതകം നോക്കിയിട്ടാണ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് 4 വർഷം കൂടെ കഴിയാൻ തള്ളി നീക്കണമെന്ന് പറയുകൊണ്ട് ഈ മതിലൊന്നും ഉണ്ടാക്കിയിട്ട് ബുള്ളറ്റ് പ്രൂഫാണ്, അല്ലാതെ ചുമ്മാ വെറുതെ 10 കട്ട ഇറക്കി വെച്ചിട്ട് സിമെൻറ്റ് കൊണ്ട് വെച്ചതല്ല. ഈ മരമൊക്കെ വെട്ടി അതിൻ്റെ കൊണ്ടൊക്കെ ഏർമാടം ഉണ്ടാക്കിയത് നമ്മുടെ കാവൽമാടം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റികൾക്ക് ബ്ലാക്ക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീ പാരിക്കുഴി വിജയൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അതായത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആടിയുലയും എന്ന് പറയുന്നത് 100% ശരിയാണ്. അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വലിയ ദുരന്തം വരാൻ പോവുകയാണ് എന്നാണ് കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് ശ്രീ പാരിക്കുഴി വിജയൻ നമ്മളോടൊപ്പം വീണ്ടും ചേർന്നിരിക്കുന്നു. നമസ്കാരം. അതായത് ഇപ്പോൾ വലിയ രസകരമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. PC ജോർജ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം PC ജോർജിനെ അറസ്റ്റ് ചെയ്ത ഈ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുള്ള കേസിൽ അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കിയിരിക്കുകയാണ്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? വളരെ സിമ്പിൾ. ഇദ്ദേഹത്തിന് എപ്പോൾ നമ്മുടെ ഫ്രാങ്കോ മുളയ്ക്കലിന് എപ്പോൾ കേസിൽ നിന്ന് വിടുതൽ കൊടുത്തു അന്ന് മുതൽ ഇദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുകയാണ് കത്തോലിക്കരും പിണറായി. പിന്നെ അതിലും ഉപരി ക്രൈം ചാനൽ അദ്ദേഹം നല്ല കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞാൻ ചിലത് തുറന്നു പറയാനിരിക്കുകയാണ്, ഏതാനും ദിവസങ്ങൾ കഴിയട്ടെ എന്ന്. അത് സഖാവ് പിണറായി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെ ലുലുവോ ഏതൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളതായ വൻകിട കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയും. PC ജോർജ് എന്ന് പറയുന്ന ആ ഒറ്റയാൾ പട്ടാളം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈയടിച്ച് സ്വീകരിക്കാൻ ധാരാളം ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്, വിദേശത്തുമുണ്ട്. അപ്പോൾ ഇവനെ പിടിച്ചങ്ങ് അകത്തിട്ട എൻ്റെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ ഗവൺമെൻറ് ആളാണല്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയും. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. നിയമത്തെക്കുറിച്ച് കുറച്ച് നിയമങ്ങൾ ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇത് എക്സാം അപ്പിയർ ചെയ്തില്ലെന്നുള്ളേ ഉള്ളൂ. മറിച്ച് നിയമങ്ങൾ എന്താണെന്നും അതിന് ഉപനിയമങ്ങൾ എന്താണെന്നും പിന്നെ അണ്ടർ സെക്ഷൻ 376 എന്താണെന്നും 377 എന്താണെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന ആളാണ്. അതുകൊണ്ട് പറയുന്നു, ഇദ്ദേഹത്തിന് ഇപ്പം 376 377 ഒക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ കള്ളു കുടിക്കത്തില്ല, വല്ല പന്നിയിറച്ചി കഴിക്കും, അല്ല മദ്യപാനം നിർത്തി സേറ്റുവലയൊക്കെ നിർത്തി. ഇപ്പം കിട്ടിയ ഒരു നല്ല സന്ദർഭം എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹാരാജാവിനെ കുടുക്കിൽപ്പെടുത്തിയതുപോലെ എന്നെ കുടുക്കിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ അദ്ദേഹത്തിനെ പെടുത്തിരിക്കും. അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരും തുള്ളിപ്പെറുക്കും. പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും സഖാവ് പിണറായി മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യനായ മുഖ്യമന്ത്രിക്ക് അധപ്പതനത്തിൻ്റെ വക്കത്ത് വീണ്ടും എത്തിക്കഴിഞ്ഞു, ചെളിക്കുണ്ടിൽ എത്തിക്കഴിഞ്ഞു. എൻ്റെ പ്രവചനം ചുമ്മാതല്ല. ഓരോ സഖാക്കളും, ഓരോ ഭരണകക്ഷിയും, ഓരോ പ്രതിപക്ഷവും, പ്രത്യേകിച്ച് VD സതീശന്, പിന്നെ നമ്മുടെ KPCC പ്രസിഡന്റ്, ഇവരൊക്കെ മനസ്സിലാക്കണം. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം എഴുതിപ്പോവില്ല, എനിക്ക് VD സതീശൻ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിനൊരു കാര്യം പറയാനുണ്ട്. കുറേ ഏറെക്കാലം നമ്മുടെ അച്ചുമാമ താമസിച്ചിരുന്ന വീടാണ്. അതിനുശേഷം ഇദ്ദേഹം അതിന് മുമ്പ് ഒരു വളരെ രസകരമായൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാൻ വിട്ടുപോയി. നമ്മുടെ തിരുവനന്തപുരത്ത് പിണറായിന്റെ വീട്, അതായത് മുഖ്യമന്ത്രി താമസിക്കുന്ന വീട് പ്രേതബാധ കയറിയെന്നും അദ്ദേഹത്തിന്റെ വീടിന്റെ മതിലുകളൊക്കെ വലിയ പൊക്കത്തിൽ കെട്ടിയെന്നും ഗേറ്റ് കവാടം മാറ്റി സ്ഥാപിച്ചെന്നും അവിടെ സുരക്ഷാക്കാരെ ഏർപ്പെടുത്തിയെന്നും മുകളിൽ നിന്ന് നോക്കാവുന്ന രൂപത്തിൽ ഏറുമാടം പോലെ സുരക്ഷാ കവചങ്ങളൊക്കെ ഏർപ്പെടുത്തിയെന്നും എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കറുത്ത കാർ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ കറുത്ത കാറിൽ പ്രേതങ്ങളൊന്നും കയറില്ല എന്നൊക്കെയാണ് പ്രചരണം വന്നിരിക്കുന്നത്. മാത്രമല്ല വേറൊരു രസകരമായ കാര്യം വന്നിട്ടുണ്ട്. അദ്ദേഹം രാത്രി കാലങ്ങളിൽ പ്രേതങ്ങൾ മതിലിന്റെ മുളത്ത് കയറി നിന്ന് ഡാൻസ് ചെയ്യുന്നു, ശബ്ദം കേൾക്കുന്നു, മണിച്ചിറങ്ങി ഏത് മരച്ചില്ലകളിൽ മുകളിൽ കയറിയിട്ടും ഡാൻസ് കളിക്കുന്നു. അവസാനം പിണറായി എന്ത് ചെയ്തു, മരങ്ങൾ വെട്ടി അങ്ങനെ മതില് പൊക്കി ഏറുമാട സമയം എല്ലാ CCTV ക്യാമറ വെച്ചിരിക്കാൻ. വീട്ടിൻ്റെ ഉള്ളിലൊക്കെ പ്രശ്നമാണ്. കാറിൻ്റെ ഉള്ളിൽ കറുത്ത കാറ് വെച്ചാൽ പ്രേതം കയറില്ല, അതിന് കറുത്ത കാറാക്കി എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അങ്ങനെ കറുത്തക്കാരൻ്റെ കാര്യം പറയപ്പെടാ. അതിനുശേഷം അങ്ങ് പറഞ്ഞിട്ട് ഇത് വളരെ കഴിഞ്ഞ 2-3 ദിവസത്തേക്ക് മുമ്പ് ഞാൻ MC റോഡിൽ ഇങ്ങനെ നിൽക്കുക, കാരിദാസിൻ്റെ അവിടെ. കുറേ ജീപ്പുകൾ ഇറങ്ങി പിടിപ്പിച്ചു പോകുന്നു. അതിൻ്റെ മുമ്പിലൊരു, അതിൻ്റെ കൂട്ടത്തിലൊരു ഫ്രണ്ടിൽ തന്നെ ഒരു ആംബുലൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഉപജാപക സംഘങ്ങളുടെ വണ്ടികൾ.
ഇടയ്ക്ക് ഒരു കറുത്ത കാറ് CM എന്ന് എഴുതിയിട്ടുണ്ട്, അതും കടന്നുപോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ആംബുലൻസ്, പിന്നെ കുറച്ച് പോലീസ് വണ്ടികൾ, അതിൻ്റെ കുറേ പേര് CM എന്ന് പറയുന്നത് 2 കറുത്ത കാറുകളെ പോയി. ഞാൻ ഈ അടുത്ത ദിവസം ഈ ഇലക്ഷൻ സമയത്ത് എറണാകുളത്ത് BTHന്റെ അവിടെ നിൽക്കുന്നു. പെട്ടെന്ന് എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് പോലീസ് വാഹനം വന്നിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. പെട്ടെന്ന് മിന്നൽ പോലെ വരുന്നു നമ്മളെ കുറേ വാഹനങ്ങൾ, അതിൻ്റെ പിന്നിൽ കറുത്ത കാർ ഇങ്ങനെ പോകണു, അതിന് ആംബുലൻസും പോകണു. ഞാൻ നോക്കുമ്പോൾ CM ആണ്. അപ്പം ഞാനൊരു രാജാവില്ല, മഹാരാജാവ് പോകുന്ന മാതിരിയാണ്, പ്രജകളുടെ കൂടെ പോകുന്ന മാതിരിയാണ്. ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണോ, അതുപോലെ എങ്ങേർക്ക് എന്താണ് അന്ധവിശ്വാസത്തിൽ കുടുങ്ങിപ്പോയോ, എന്താ സംഭവിച്ചത് അങ്ങയുടെ? അതാ പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിമിത്തവും പിന്നെ ജാതകവും നോക്കിയിട്ടാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് 4 വർഷം കൂടെ കഴിയാൻ തള്ളി നീക്കണമെന്ന് പറയുകൊണ്ട് ഈ മതിലൊന്നും ഉണ്ടാക്കിയിട്ട് ബുള്ളറ്റ് പ്രൂഫാണ്, അല്ലാതെ ചുമ്മാ വെറുതെ 10 കട്ട പെറുക്കി വെച്ചിട്ട് സിമെൻറ്റ് കൊണ്ട് വെച്ചതല്ല. ഈ മരമൊക്കെ വെട്ടി അതിൻ്റെ പണ്ടൊക്കെ ഏർമാടം ഉണ്ടാക്കിയത്, നമ്മുടെ കാവൽമാടം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റികൾക്ക് ബ്ലാക്ക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് സമയം എന്തും സംഭവിക്കുന്ന രൂപത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, വീണ്ടും ചികിത്സ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇന്ത്യയിൽ പോകും. ഈ സ്ഥലകാല ഭ്രാന്തി വന്നിട്ടുണ്ടോ? അതായത് ഈ പറയുന്ന അവിടെ തിരുവനന്തപുരത്ത് വീട്ടിലെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി മതിലൊക്കെ കെട്ടിയാൽ പ്രേതം വരാതിരിക്കുമോ? പ്രേതം മതിലിനോട് ഭയങ്കര ഭയമാണ്. പ്രേതം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലോ, പക്ഷെ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രേതം വരാതിരിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രേതബോധാദികളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും പിണറായി വിജയൻ ഇതൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് സത്യമാണ്. മതില് പൊക്കത്തിൽ കെട്ടിയിരിക്കുന്നു, മരങ്ങൾ വെട്ടിയിരിക്കുന്നു, മരച്ചില്ലകളിൽ പ്രേതം ഡാൻസ് കളിച്ചു എന്നാണ്. എവിടെ നോക്കിയാലും പ്രേതമായിരുന്നു എന്നാ പറഞ്ഞേ. കറുത്ത കാറിൽ പ്രേതം കയറില്ലേ? ഇല്ല. കറുപ്പിനോട് ഇരുമ്പിനോടൊക്കെ പ്രേതങ്ങൾക്ക്, പ്രത്യേകിച്ച് യക്ഷികൾക്ക് ഭയങ്കര ഭയമാണ്. അതുകൊണ്ട് ആ ഭാഗത്തിന് പോവുകയില്ല. പിന്നെ മാത്രമല്ല, ഈ ഏർമാടത്തിന്റെ മണ്ടയ്ക്ക് എനിക്കൊരു സംശയമുണ്ട്, മന്ത്രവാദികളെ ഇരുത്തിയിരിക്കാന്ന്. ഒരു ജനാധിപത്യത്തെ രാജ്യത്തിലെത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്നുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ പൊന്നു സഖാക്കളെ, എൻ്റെ പൊന്നു സഖാവ് പിണറായി വിജയൻ, ഇത് ലോക ജനത കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ ഭാഷയിലും ഇത് ടെലികാസ്റ്റ് ചെയ്യും. നമ്മുടെ ഈ ക്രൈമല്ല, ബാക്കി ഒരുപാട് ക്രൈമുകൾ, പല വിവിധ ഭാഷകളിലെ ക്രൈമുണ്ട്, ക്രൈം ചാനലുണ്ട്, ക്രൈം പത്രമൊക്കെ ഉണ്ട്, വാരികളൊക്കെ ഉണ്ട്. ഇത് അവിടെ ഇത് ആ ഭാഷകളിൽ അവർ വായിക്കുമ്പോൾ, അവരിത് കാണുമ്പോൾ ഉണ്ടാകാവുന്ന ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും അല്ല, നിങ്ങൾ ഇതിൽ പിന്നെ ദൈവമില്ലാത്ത പ്രേതം ഉണ്ടാകുന്നത്. അത് ഈക്വൽ ശക്തിയാണ്. അതായത് റെസിസ്റ്റൻസ്. ഇതാണ് എൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത്. എന്ന് പറയാം, പ്രേതത്തിനും ബൈബിളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പ്രേതത്തിനും അത് പിശാചിനും ദൈവത്തിനും ഒരേ ശക്തിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ പ്രേതത്തെ മാത്രം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഈശ്വരനെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. നിലവിളക്ക് കത്തിച്ചോളൂ, മെഴുകുതിരി കത്തിച്ചോളൂ, ചന്ദനത്തിരി കത്തിച്ചോളൂ. ഏതായാലും ഇതെല്ലാം താങ്കളിപ്പോൾ താമസിക്കുന്ന ക്ലിഫ് ഹൗസല്ലോ അല്ലെങ്കിൽ മറ്റൊരു പേരക്കകത്ത് ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആൾക്ക് പുറമെ ഈശ്വരനില്ല. എന്തിനാ ഇടയ്ക്ക് നമ്മുടെ ഈ പ്രളയത്തിന് ശേഷം ശബരിമല എന്തിനാ പോയത്? തമ്പുരാനെ, ഞാൻ കുറേ അപരാധികളെ കയറ്റിയായിരുന്നു, ക്ഷമിക്കണം, എനിക്ക് വയ്യ, എൻ്റെ ആരോഗ്യസ്ഥിതി ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം, ചെയ്ത എല്ലാ പോകൃതകൾക്കും പരമാവധി മാപ്പ്. അങ്ങേക്ക് മുമ്പ് ശ്രീജിത്ത് അവിടെ ചെന്നിട്ട് ഈ അപരാധികളെ കയറ്റിയതിന് ശേഷം, അപരാധികളെല്ലാം എങ്ങനെയൊക്കെ ഇവിടേക്കോ വായിക്കുന്നത്, കാട്ടിക്കൂടാമെന്നോ വേട്ടിക്കൂടാമെന്നോ മേലെ വിടാമെന്നോ അറിയില്ല, അപരാധികളെ അവിടെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ശ്രീജിത്ത് നേരെ തിരുനടയിൽ ചെന്നിട്ട് തൊഴുന്ന ഭാഗം പല പത്രങ്ങളും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിരുന്നല്ലോ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ അഹങ്കാരപരമാണ്. ഇവിടെ 2 ശക്തികളുണ്ട്, 2 അല്ല 3-4 ശക്തികളുണ്ട്. ഇന്ദ്രൻ, അഗ്നി, ഇങ്ങനെയൊക്കെ യമൻ, വരുണൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്നും അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിച്ച ഒരാളല്ലേ, കുറേ വായനാശീലമുള്ള ആളല്ലേ. വായനാശീലമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, EK നായനാർ എന്ന് പറഞ്ഞത്. എൻ്റെ ഗുരുസ്ഥാനിയാണ് അദ്ദേഹത്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയിൽ കൂടിയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. ഏറ്റവും കൂടുതൽ കേരളം ഭരിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണെന്നുള്ള അറിയാമല്ലോ. പിന്നെ എന്തിനായി കോപ്രായങ്ങളൊക്കെ? കുറേ മതിൽ പൊക്കി കിട്ടി. അതിൻ്റെ മണ്ടയിൽ കൂടി ഇനി ഒരു നമ്മുടെ ഈ എന്താ പേര് പറയുന്നത്, ഈ ഹിന്ദി പറയും കുമ്മട്ടെന്ന്, അല്ലെങ്കിൽ നമ്മുടെ കനോക്കുന്ന് കൊട്ടാരത്തിലുണ്ടല്ലോ നമ്മുടെ ഇത് മേൽക്കൂര ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. ജനങ്ങൾ എന്തിനാ അദ്ദേഹം ഇത്ര പേടിക്കുന്നത്? പിന്നെ ആരെയാണ് പേടിക്കേണ്ടത്? വോട്ട് ചെയ്ത ജനം തന്നെ. ആ പ്രജകളെ ഭയപ്പെടേണ്ട ആവശ്യം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ സ്വന്തം പ്രവൃത്തി.
ഞാൻ പരസ്യമായിട്ട് പറഞ്ഞില്ല, ഈ ചാനലിൽ ഞാൻ ഇത്ര മണിക്കൂർ ഇറങ്ങും. ഞാൻ പിന്നെ നമ്മുടെ ഈ കോട്ടയത്ത് ഉള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞില്ല, സാറേ ഞാൻ ഇത്ര മണിക്ക് ഞാൻ അവിടെ കോട്ടയത്തെത്തും, പോലീസിനെ വിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ചു. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്റ്റർഡേ ഓൾസോ, ഇന്നലെ ഉൾപ്പെടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാരമില്ല, എനിക്കതിനകത്ത് ഭയമൊന്നുമില്ല. പക്ഷേ AK എന്ന് പറയാൻ ഷണ്ണൻ മുഖ്യമന്ത്രിയായ സമയത്ത് പുള്ളി പറഞ്ഞു, എനിക്ക് ഇതൊന്നും വേണ്ട, വേണ്ട, അങ്ങനെയെങ്കിലും പറ, അങ്ങനെ ഒരു കോമഡിയിലാകും. ഇതൊന്നും തല പോകേണ്ട സമയത്ത് പോകും. ആരുടെ ആയിരുന്നാലും യമദേവൻ കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോകും. അത് പാശം എന്ന് പറഞ്ഞാൽ കയറ്, പാശമാണ് വിഷം, പിന്നെ അഗ്നി, ഒരു പക്ഷേ തീപിടുത്തമാകാം, ഇല്ലെങ്കിൽ വെടിയുണ്ടയാകാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. ഇങ്ങനെയൊക്കെ പല രൂപത്തിലുള്ള മരണമുണ്ട്. ഈ ചാക്കിന് ജയലളിത കുത്തിയിരുന്നിട്ട് ജയലളിതയ്ക്ക് അവസാനം MG രാഘവേന്ദ്രൻ ജയലളിത കൊടുത്തത് മോരിൽ, പിന്നെ അദ്ദേഹം മോര് കഴിക്കുന്ന ആളായിരുന്നു, മോരിൽ പോയിസൺ ചേർത്ത് കൊടുത്തിരുന്നു. അവിടെ ചാരന്മാരെ കൊണ്ട് ചാരിറ്റികളെ കൊണ്ട് അതേ തന്നെ ജയലളിതയ്ക്ക് കിട്ടി. കാരണം ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ പവർ എന്ന് ഒരു സാധനമുണ്ട്. അത് ഈശ്വരനായിക്കോട്ടെ, ജഗത്താനായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആരെന്ത് ചെയ്യുന്നോ ആ പ്രവൃത്തിയുടെ ഫലം. നെല്ല് വിതച്ചാൽ ഗോതമ്പ് കൊയ്യാൻ പറ്റില്ല, മുളക് കൊയ്യാൻ പറ്റില്ല, നെല്ല് തന്നെയാണ് നമ്മൾ കൊയ്തെടുക്കുന്നത്. അതിൻ്റെ ഫലം കിട്ടും, അത് യാതൊരു തർക്കമില്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതുകൊണ്ട് ഇനി എത്ര മതിൽ കെട്ടിയെന്ന് പറഞ്ഞാൽ ശരി, ഏത് കൂടാരത്തിലാണെന്ന് ഇടി വെട്ടുന്ന സമയത്ത് ഇടി വെട്ടി തന്നെ ആവും. ഉദാഹരണമായിട്ട് നമുക്ക് രാജ ഭരണകാലത്തെ കാര്യം എടുക്കാം. തിരുവനന്തപുരത്ത് അന്ന് പിന്നെ ഉത്രാടം തിരുനാൾ മഹാരാജാവ് ബോംബെയിൽ, പിന്നെ ശ്രീ ചിത്തിരുനാൾ മഹാരാജാവ് ഇവിടെ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ തിരുവിതാംകൂറിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാജി കാർത്തിക തിരുനാൾ എല്ലാവരും ഉണ്ട്. ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് 6 വയസ്സാകുന്നു. സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. നമ്മുടെ ടാറ്റ അല്ല, ഇതെല്ലാം ബോംബെയിലാണ്. അത് കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയും ഉത്രാടം തിരുനാൾ മഹാരാജാവും ഇവർ രണ്ടുപേരും ബോംബെയിൽ. മഹാരാജാവ് കേരളത്തിലുണ്ട്, തിരുവിതാംകൂറിലുണ്ട്. ഒരു ഫോൺ കോൾ, അന്നൊക്കെ ട്രെയിൻ കോളാണല്ലോ. ഒരു ഫോൺ കോൾ, എൻ്റെ ഇതിൽ കുഞ്ഞിനെ സർപ്പദംശനം ഏറ്റു എന്നുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെ പെട്ടെന്ന് എത്തുന്നത്? സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാറാണിയും പുത്രൻ രാജാവും രണ്ടുപേരും കൂടി ചെന്നിട്ട് ഈ ഇദ്ദേഹത്തെ കാണുകയാണ്, ടാറ്റയെ കാണുകയാണ്. അദ്ദേഹം അന്നേരം ഇത് കളിച്ചുകൊണ്ടിരിക്കുക. മറ്റേത് വിവരം പറഞ്ഞു, ഞങ്ങൾ ട്രിവാൻഡ്രത്തെ പിന്നെ പ്രിൻസസ് ആണ്, ഇതുപോലാണ്, റോയൽ ഫാമിലിയാണെന്ന്. ഇന്നത് സംഭവിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് എത്തണം. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഫ്ലൈറ്റുള്ള ആളാണ്. അതായത് ഉത്രാടം തിരുനാൾ മഹാരാജാവ് എഴുതിയിട്ട് ആ ലേഖനത്തിൻ്റെ ആണ് ഞാൻ പറയുന്നത്, അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടതല്ല. അദ്ദേഹം ഈ മനോരാജ്യം വാരികയിൽ കൂടി എഴുതിയൊരു സംഗതിയാണിത്. സ്റ്റാൻഡേർഡ് വാരികയായിരുന്നു. വീണ്ടും ആരെങ്കിലും പുനരുദ്ധരിച്ചാൽ വളരെ നല്ലതാണ് വാരിക. അദ്ദേഹം അവിടുന്ന് ഈ ബാറ്റ് അടിച്ചിട്ട് ആ ബോളിനൊരു അടി അടിച്ചു. 30 സെക്കൻഡ് അദ്ദേഹം ബോളിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. ഇത്ര മാത്രം പറഞ്ഞു, സെക്കൻഡ് വേൾഡ് വാറാണ്, ഓക്കെ യു മേ ക്യാരി ഓൺ, കൊണ്ടുപോയിക്കോളാം, ഫ്ലൈറ്റ് കൊണ്ടുപോയിക്കോളാൻ. പെട്ടെന്ന് പൈലറ്റിനെയൊക്കെ റെഡിയാക്കി പറഞ്ഞു വിട്ടു. ഈ കുഞ്ഞ് കൊട്ടാരത്തിലാണ് ജനിച്ചത്, വളരെ സുരക്ഷിതമാണ്. 6ാമത്തെ വയസ്സിൽ സർപ്പദംശനം ഏൽക്കുമെന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ചെറിയ ജാതകത്തിൽ, 12 വയസ്സായിട്ട് ജാതകം എഴുതാവും, ഒരു ചെറിയ ജാതകത്തിൽ ആ വിദഗ്ധനായ കൊട്ടാരം ഗണകൻ, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ക്ഷമിക്കുക, കണിയാൻ, അദ്ദേഹം ഒന്ന് കുറിച്ചു കൊടുത്തിരുന്നു. അവിടെ ഉണ്ടായാലും പരിചാരകരുടെ ശ്രദ്ധ വിട്ടു, കുഞ്ഞിന് ദർശനമായിട്ടു എന്ന് പറയുന്ന പോലെ സഖാവെ പിണറായി വിജയൻ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എങ്ങനെയല്ല മതിലല്ല ഇച്ചിയുടെ മുകളിലോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ശൂന്യാകാശം വരെ കിട്ടിയെന്ന് പറഞ്ഞാൽ ശരി തന്നെ സംഭവിക്കാൻ. യക്ഷി ആണ് മാന്താൻ വരുന്നെങ്കിൽ മാന്തിയിരിക്കും, അല്ല കാലനാ പിടിക്കൊണ്ട് പോകാൻ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അല്ല ദൈവം പിടിക്കാൻ വരുന്നെങ്കിൽ സുന്ദരമായിട്ട് നമുക്ക് സ്വർഗത്തിൽ നിന്നിട്ട് സ്വർണ്ണ സുന്ദരിമാർ, പിന്നെ സ്വർണ്ണ പാത്രങ്ങൾ, സ്വർണ്ണ ആഹാരം, സ്വർണ്ണ സുന്ദരിമാർ വന്നിട്ട് സ്വർണ്ണക്കരണ്ടി കൊണ്ട് വായിലോട്ട് സ്വർണ്ണ ഭക്ഷണം വാരിത്തരും. അല്ല നരകത്തിലാണ് പോകുന്നെങ്കിൽ വാട്ടുകപ്പ കുതിർത്തെടുത്ത്, ഞങ്ങളുടെ നാട്ടിൽ കുതിർക്കെന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ വേവിച്ചത് വെള്ളത്തിൽ നിന്ന് പറ്റുന്നു. മീനിൻ്റെ ഉണക്കമീൻ്റെ തലയോ പല പച്ചമുളക് ഉടച്ചതുമൊക്കെ ആയിട്ട് മാറ്റി ആരായി ഉടച്ച് സുഖമായിട്ട് അവിടെ ഉറങ്ങാം. മറ്റെല്ലാം സ്വർണ്ണമായി. എങ്ങോട്ടാണ് പോകുന്നത് ആലോചിച്ചോ, അങ്ങോട്ട് വിടും കാലം, ഒരു പ്രശ്നവുമില്ല.
സമയമാകുമ്പോൾ ഒത്തിരി അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇത്രയും ആധം പതിച്ചിരിക്കുന്നത്, അന്ധവിശ്വാസത്തിന്റെ കോട്ടയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങളുടെ പണമെടുത്ത് അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസ് മതിലുകൾ ഉയരത്തിൽ കെട്ടുക, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുക, അതേപോലെ മരങ്ങൾ വെട്ടുക പ്രേതമുണ്ട് പറഞ്ഞിട്ട്, അതേപോലെ അവിടെ ഗേറ്റ് മാറ്റി കെട്ടുക, ആ കവാടത്തിലൂടെയാണ് പ്രേതം വരുന്നത് പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ പുറത്ത് ഒരു ദാരങ്ങളുണ്ടായിരുന്നു, ആ ദാരങ്ങളുള്ള ഗേറ്റ് ആയിരുന്നു. അപ്പോൾ പുറത്തൂടെ പ്രേതം ഏന്തി നോക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഗേറ്റ് തന്നെ രൂപം മാറ്റി പുറത്തേക്ക് ആർക്കും കാണാൻ പറ്റില്ല. അതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി IMF നിന്നും അവിടെ നിന്ന് കടമെടുക്കുകയും ചെയ്യാം, ഇതിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് നല്ലൊരു ബില്ലടിച്ച് മാറ്റാം. ഒന്ന് പിന്നെ പ്രേതം ഏതായാലും ആ ഗേറ്റിനകത്തൂടെ കടക്കത്തിൽ സഖാവേ ഇല്ല. ആ മതിലിൽ കടക്കില്ല. കാരണം മതിലിൽ ഇരുമ്പ് ആണിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ കോഴിക്കോട്ടെ ജപിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൽ, പിന്നെ പന്നിനെയ്യോ പന്നിമൂത്രം എണ്ണെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ തളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലം കഴിഞ്ഞുണ്ട് കുതിരമൂത്രമുണ്ട്, കുതിര ചാണകമുണ്ട്, എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തതല്ലേ. അപ്പോൾ ബുള്ളറ്റ് പ്രൂഫുമായി എല്ലാമായി. ആര് കണ്ടു കഴിഞ്ഞാലും മുഖ്യൻ സുഖം. എത്ര കാലമാണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്? ജീവിതാവസാനം വരെയോ? സാധ്യമല്ല, കഴിഞ്ഞു. ഏതാ ആടിക്കിടക്കുന്നതെന്ന് പറയുന്നത് പിന്നെ ശരിയായ രീതിയിൽ കാറ്റത്തെ കിളിക്കൂടാണ് ഇപ്പോഴത്തെ മന്ത്രിസഭ. മതിൽ കെട്ടിയാലും പുറത്ത് കിടന്നാലും കടൽപ്പുറത്ത് പോയി കിടന്നാലും അല്ലെ കടലിൽ ഒരു പുതിയൊരു മത്സ്യം ഉണ്ടാക്കിയിട്ട് അതേ കിടന്നാലും ശരി സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. യാതൊരു തർക്കവും വേണ്ട. ഏത് മതിൽ വേണമെങ്കിൽ കെട്ടി. കേരളത്തിൽ കാശുണ്ട്. അതായത് നമ്മൾ റെമിറ്റൻസ് ആണല്ലോ ഇപ്പോൾ കൂടുതൽ നമുക്കുള്ളത്, വിദേശ നാണ്യം. അത് മിക്കവാറൊക്കെ കൊലയ്ക്കും. ഈ രൂപത്തിൽ ഭരണം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരിലേക്ക് പോരും. അത് മാത്രമല്ല CCTV ക്യാമറ റോഡിന്റെ മറയെ എത്ര 5 കിലോമീറ്റർ ദൂരത്തിൽ CCTV ക്യാമറ ശക്തമാക്കിയിരിക്കുന്നു. 2 ഭാഗത്തും CCTV ക്യാമറ. ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ ഒന്ന് വാച്ചില്ല. പ്രേതങ്ങളൊക്കെ CCTV ക്യാമറ കിട്ടുമോ? അവിടെ ഇനി CCTVയുടെ ഒരു കാര്യം പറയാം. ഇന്ദിരാ പ്രിയദർശിനിയുടെ മരണത്തെക്കുറിച്ച് പറയാം. ഒരു സർദാറൊന്നുമല്ല വെടിവെച്ചേ. അന്ന് ഇന്ദിരാ പ്രിയദർശിനിക്ക് 9 മണിക്ക് ഇൻ്റർവ്യൂ ആണ് ഒരു വിദേശിയുമായിട്ട്. കോടതി തൂക്കിക്കൊന്നു, അടിക്കേണ്ടതിനെ അടിച്ചു, പറഞ്ഞുകൊണ്ടതിനൊക്കെ പറഞ്ഞു വിട്ടു. ഞാനാണ് അതിൻ്റെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഞാനാണ്. ഇതാ പാലുക്കുഴിയാ പറയുന്നത്. ഈ ക്യാമറയിൽ നിന്നാണ് വെടിപോയത്. അറിയോ ആരെങ്കിലും? അല്ല, ഒരു സർദാറും വെടിവെച്ചിട്ടില്ല. അവരൊക്കെ SIDസിൻ്റെ ആളുകളായിരുന്നു. പുള്ളിക്കാരത്തെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിരുന്നത്. ആ സംഗതി വെടി വന്ന് കഴിഞ്ഞപ്പോൾ ചടപടാന്ന് അതിലെല്ലാം വെടിവെച്ചു. 27 ബുള്ളറ്റാണ് പിന്നെ ഇന്ദിരാ പ്രിയദർശിനി. ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാ സെക്യൂരിറ്റിയും കൂടി ഉണ്ടായിട്ടാണ്. അത് ഒരു ഞാൻ തിരുമൂർത്തി പോകല്ലോ ഒരു സന്ദർശകനായിരുന്നു, എനിക്കറിയാം. അവിടെ ഉണ്ടായിരുന്ന മെയിൻ കുക്ക് എൻ്റെ കൂട്ടുകാരനാ, കൊട്ടാരക്കരക്കാരൻ പിള്ളേച്ചൻ, പേര് പറയുന്നില്ല, അറിയോ? കാരണം ഡൽഹിയിലായ സമയത്ത് ഞാൻ കൂടുതൽ പാർലമെൻറ്റിനകത്തായിരുന്നു. സമയം എപ്പോൾ കിട്ടിയാലും ഞാൻ പാർലമെൻറ്റിന് പോകും, കേരള ഹൗസിലും പോകും, പിന്നെ തീമൂർത്തി ഭവനിലൊക്കെ പോകുമായിരുന്നു. രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റില്ല. അവിടെ പോയി ഞം വെക്കാനൊന്നുമല്ല, അവിടെ പോയി ഒരു കുന്തം കഴിച്ചിട്ടുമില്ല. 10 വണ്ടി മുന്നിലും 10 വണ്ടി പിന്നിലായിട്ടാണ് ഇപ്പോൾ പിണറായിൻ്റെ യാത്ര. ഇടയ്ക്ക് വേറെ വണ്ടികളുണ്ട്, ആംബുലൻസ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ എനിക്കൊരു സംശയം. ഞാൻ എൻ്റെ കണ്ടവരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവരും കണ്ട എന്നോട് ചോദിച്ചു. ഞാൻ കോട്ടയം കാറ്റാസ് വെച്ചാൽ കാണുന്നേ. പാലക്കുടി സമയത്തേ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആൾ ഈ വഴിക്കല്ല പോയിരിക്കുന്നത്, ആൾ ആലപ്പുഴ വഴിയാണ് പോയത്. ഇപ്പോൾ കോട്ടയം വഴി വന്നത് CM വണ്ടി മാത്രമേ ഉള്ളൂ, ആൾ ആലപ്പുഴ വഴിയാണ് പോയത്. അങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റി അല്ലേ കൂടുതൽ പറയട്ടെ. ഈ 2 വണ്ടിയിലും CM ഇല്ലായിരുന്നു. 2 കറുത്ത വണ്ടികളാണ്, പുതിയത്. ആക്സിഡൻറ്റ് കൊടുത്താൽ 50 മുകളിലോട്ടേ പോകുള്ളൂ. പറന്നാ പോകുന്നത്. അതെ, ജനങ്ങളിൽ നിന്ന് ഇത്ര അധികം അകന്ന് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ജനകീയനായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു ഏകാധിപതിയായി മാറിയിരിക്കുന്നു. അദ്ദേഹം സ്ഥലകാല ഭ്രാന്തി ഹിറ്റ്ലറെ പോലെ ബാധിച്ചിരിക്കുന്നു എന്നർത്ഥം. ശത്രുക്കളാണെന്ന് കരുതുന്ന ആരെങ്കിലും എതിരഭിപ്രായം കാരണം അത്ര ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. ഇപ്പോൾ PC ജോർജിനെ പോലുള്ള ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അറസ്റ്റ് ചെയ്ത് ഇതാക്കുകയാണ്. എന്താണ് ഇതിനൊക്കെ അർത്ഥം? അർത്ഥത്തിന് മാത്രമേ ഉള്ളൂ. സത്യം തുറന്നു പറയുന്നവനെ അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ പത്രക്കാർ അങ്ങോട്ട് ചെല്ലുകയല്ലോ. അപ്പോൾ PC ജോർജ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പം ജയിൽ സൂപ്രണ്ട് ഇതില്ലാതെ നേരെ അങ്ങോട്ട് ഒരു പത്രക്കാരന് കയറാൻ പറ്റില്ല. അപ്പോൾ അകത്ത് കിടക്കട്ടവൻ
10 ദിവസം അവിടുത്തെ ചപ്പാത്തിയോ ചോറോ കഞ്ഞികളോ ഒക്കെ കുടിച്ച് കിടക്കട്ടെ. ഇച്ചിരി കൊണ്ടുപോയാൽ അദ്ദേഹത്തിന് കുറേ ചെയ്യും. ഈ ജയിലെടുത്തുകൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇതിനോട് അഡ്മിനിസ്ട്രേഷനോടും ഇങ്ങനെയുള്ള ആളുകളുടെ വൈരാഗ്യം വർദ്ധിക്കുകയുള്ളൂ, കുറയത്തില്ല. എൻ്റെ സ്വന്തം അനുഭവം കൂടെ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അനുഭവം കൂടെ പറയും. ഇദ്ദേഹം 10 ദിവസം കിടന്നു. ഞാനൊക്കെ ഇറക്കാൻ പോയതാണ്. ഞാനും നമ്മുടെ റസൂൽജോയുടെ വൈഫായിരുന്നു എൻ്റെ വക്കീൽ. ഇദ്ദേഹത്തെ ഇറക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പുത്രൻ ഇളയരാജാവ് വേറെ വക്കീലൊക്കെ ഏർപ്പെടുത്തി. ഞാനും ഡോക്ടറും കൂടെ പോയത്. ഡോക്ടർ ശ്രീരാജ് വക്കീലും ആ ടൈമിന് വന്നു. ഞാനൊരു പത്രത്തിൻ്റെ ഒരു ഇതല്ല, വാസ്തുവിൻ്റെ അല്ല, ഒരു പത്രത്തിൻ്റെ പിന്നെ അവരുടെ എനിക്ക് ഒറിജിനലായിട്ടുണ്ട്. ഒരു പത്രത്തിൻ്റെ പിന്നെ ഇതുണ്ട്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസുകാരൊക്കെ എന്നോട് ചോദിച്ചു ഏത് ഞാൻ പറയുന്നത് എന്നാന്ന് പറഞ്ഞു. യൂട്യൂബ് ആണോ? ഞാൻ പറയാം യൂട്യൂബ്. അവരിതൊക്കെ ന്യൂസ് എന്ന് പറയും. കാരണം എൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഇദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കുക എന്നുള്ളത്. എന്ന് പറയാൻ ഇപ്പോൾ പി സി ജോർജ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജനവിഭാഗം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. ഇത് നയിക്കുന്നത് അദ്ദേഹത്തിന് ഇതുകൊണ്ട് എന്തുമാത്രം ജനപ്രീതി അതാ വർദ്ധിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവിനോട് ഒരു അടി കൊടുത്തെന്ന് വിചാരിക്കുക, അവനവിടെ വളരുക, വെള്ളവും വെള്ളവും കിട്ടിക്കഴിഞ്ഞു അവിടെ. അതെന്റെ കാര്യം. അദ്ദേഹം മൂലക്കിരുന്ന ഒരാളെ പിടിച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുപോയി. അധപതത്തിന് മറ്റൊന്നാണ് മുഖ്യന്റെ ഈ മന്ത്രിസഭയുടെ അധപതത്തിന്റെ മറ്റൊരു ചാനലാതെ ഇനിയും വരുന്നുണ്ട്. വേറെ എന്നെ കൊണ്ടുപോകും, വലിയ താമസമില്ലാതെ എന്നെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വെക്കും. ഈ ഉണക്ക ശരീരത്തെ ശരിക്കും അവർ ചവിട്ടും. ഈ ജയിൽ എനിക്ക് ഭയമല്ല, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ സുഖവാസ കേന്ദ്രമാണ് തീഹാർ സെൻട്രൽ എന്ന് പറഞ്ഞത്. 1 വർഷം 17 ദിവസം അവിടെ കിടന്ന ഞാൻ. യാതൊരു കുറ്റം. അങ്ങനെയാണ് നമ്മുടെ എസ് കൃഷ്ണകുമാറിന്റെ കൊലപാതകം നേരിട്ട് ബോധ്യപ്പെട്ടത്. സോറി, എസ് കൃഷ്ണകുമാറിന്റെ പിന്നിൽ രാജൻ പിള്ളയുടെ കൊലപാതകം നേരിട്ട് കണ്ടത് എസ് കൃഷ്ണകുമാറാണ് അതിന് യഥാർത്ഥ പ്രതി എന്നാണ് താങ്കൾ പ്രതി എന്ന് പറഞ്ഞ എസ് കൃഷ്ണകുമാറും ഈ രാജൻ പിള്ള അദ്ദേഹത്തിന്റെ ഇളയ സഹോദരിയുടെ ഭർത്താവ് തമ്പിയുമാണ് ഇതിന്റെ യഥാർത്ഥ. അതിനകത്ത് പ്രധാനമായിട്ട് 2 കാര്യമുണ്ട് ആ കൊലപാതകത്തിനകത്ത്. ഈ ഇവർക്ക് അമേരിക്കൻ CIA ഈ ജുനേജ എന്ന് പറയുന്നത്, അതായത് പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ കൊച്ചുമകൻ ജുനേജ ഈ ബാംഗ്ലൂർ യൂണിറ്റ് തുടങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഈ വേറൊരു അമേരിക്കൻ ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിന് ഈ ബ്രിട്ടാനിയ ബിസ്കിൻ്റെ ചെയർമാനാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്കാരന് ഇദ്ദേഹം കൂടുതൽ ഷെയർ ഇറക്കി. അങ്ങനെ ഇദ്ദേഹം അതിൻ്റെ ചെയർമാനാവുകയാണ്. പിന്നെ ഗോപിക ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടായി. അങ്ങനെ ഒരു 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 കുടുംബ സംബന്ധമായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് വരികയും കൂടാതെ രാജൻ പിള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പേറ്റ സഹിതം ഈ ഗോപിക നീലാമുള്ള അപ്പുറത്തെ ബംഗ്ലാവിലേക്ക് മാറ്റുന്നു കൊല്ലത്ത്. ഇവിടെ നല്ല സൗന്ദര്യവതിയാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സൗന്ദര്യം ആസ്വദിക്കണമെന്നും സമ്പത്ത് വേണമെന്നും ഇതിൽ കൃഷ്ണകുമാറിനും ഈ പറയപ്പെടുന്നതായ നമ്മുടെ ഈ തമ്പി അദ്ദേഹത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലതും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്നാ ഇവനെ തട്ടേക്കാൻ പോകാൻ പറയില്ലേ. ഏതായാലും വായാലുമായി അമ്മ പറഞ്ഞു നേരം വിളിക്കുന്നവരാവട്ടെ എന്ന് വിചാരിച്ചു. അത്ര തന്നെ. അപ്പൊ നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം. അടുത്ത എപ്പിസോഡിലെ വരെ കാത്തിരിക്കുക. പാരിക്കുഴി വിജയൻ എന്ന മഹാപ്രതിഭ നമ്മളോട് പല കാര്യങ്ങളും പറയാണ്ട്. അദ്ദേഹം ജ്യോതിഷത്തെക്കുറിച്ചും വാസ്തുശില്പത്തെക്കുറിച്ചും അടക്കം അദ്ദേഹത്തിന് നേരിട്ടുള്ള അനുഭവങ്ങളുള്ള ധാരാളം സംഭവങ്ങൾ നമ്മളോട് വിവരിക്കും. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.